മഴത്തോരു മുമ്പേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ഉദച്ചായനോട് സ്റ്റാൻലിയും എൽസമ്മയും ഇങ്ങനെ വിട്ടു നിൽക്കാനുള്ള കാരണം എന്താണ് എന്നും അവരിങ്ങോട്ട് വരാതിരിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതും ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉദച്ചായൻ പറയുന്നുണ്ട്, അവരുടെ കാര്യത്തിൽ കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് എൽസമ്മ. പിന്നെ കുറച്ച് ഒരു ദൈവഭക്തിയും ആത്മീയതയും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പെണ്ണാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനത്തിന് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനാണല്ലോ റീത്താമ്മ, അതിന് വേണ്ടിയിട്ടൊക്കെയാണല്ലോ അവർ അടുത്തടുത്ത് വീടെടുത്ത് താമസിച്ചത്. അവൾക്ക് റീത്താമ്മയുടെ അടുത്ത് വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ സ്റ്റാൻലി തന്നെയാണ് അത് എടുത്തു കൊടുത്തത്, അഞ്ജലിൽ വീട് വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അഞ്ജലിൽ നിന്ന് അധികം ദൂരമൊന്നും ഇങ്ങോട്ടില്ലല്ലോ, എന്നിട്ട് ഒരിക്കൽ പോലും ഇവിടെ വരുന്നത് കണ്ടിട്ടില്ലല്ലോ, ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേറൊരു പ്രശ്നവും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവൾക്ക് അവളുടെ വീട്ടുകാരാണ് വലുത്. സ്റ്റാൻലി എങ്ങനെ നിന്നാലും കുഴപ്പമില്ല. പിന്നെ അവന് പട്ടാളത്തിലും ഒക്കെ ആയിരുന്നല്ലോ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അവന് അങ്ങോട്ട് പോയിട്ടില്ല. അവരാണെങ്കിൽ റീത്താമ്മയെ കണ്ണെടുത്താൽ കണ്ടുകൂടെ ചെയ്തത്. കാരണം അവരുടേത് വേറൊരു രീതിയിലുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഈ ഒരു ബംഗ്ലാവും കൊട്ടാരമൊക്കെ വാങ്ങിച്ചിട്ട് അവനിവിടെ കൂടിയത്. അവൾക്കാണെങ്കിലോ എൽസമ്മയാണെങ്കിലോ റീത്താമ്മയെ വിട്ടും പോരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. റീത്താമ്മ ഓരോന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചേച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിശായനോട് അലീന പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് അതൊക്കെ ഒന്ന് പൊളിച്ച് അടുക്കി എഴുതണം മുത്തശ്ശ. മുത്തശ്ശൻ്റെ കൂടെ നിൽക്കൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വലിയപ്പച്ചൻ്റെ കൂടെ നിൽക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തിനും മോളെ കൂടെ ഉണ്ടാകും, നീ എൻ്റെ ചിന്നന്മ തന്നെയാണ്, അവൾക്ക് ഇതേ സ്വഭാവമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ബബിതയാണെങ്കിൽ ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം കാമുകനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒടുവിൽ അവനെ തിരക്കി ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് അവർ കാണാറുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് അവൻ ആ ഒരു കാമുകൻ വേറൊരു പെൺകുട്ടിയുമായിട്ട് ബൈക്കിൽ പോകുന്നതായിട്ട് ബബിത കാണുന്നത്. അങ്ങനെ അവരെ പിന്തുടർന്ന് പോവുകയാണ്. പോയിട്ട് അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നോക്കുന്ന സമയത്ത് അവരൊരു ബേക്കറിയിൽ കയറി ജ്യൂസ് കുടിക്കുകയും വേണ്ട പലഹാരങ്ങളൊക്കെ ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ബബിതയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ആ സമയത്ത് തൻ്റെ കാമുകനെ ഫോൺ വിളിച്ചു നോക്കുകയാണ്. പക്ഷേ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. കട്ടാക്കിയിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുകയും തോൾ കയറ്റി നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബബിതയ്ക്ക് മനസ്സിലായി, ഇവനിത് സ്ഥിരം സ്വഭാവമാണ്, പക്ഷേ എന്നെ ചതിക്കുകയാണല്ലോ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം താൻ സ്നേഹിക്കുന്ന ആൾ മറ്റൊരു പെൺകുട്ടിയെയും കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് എന്നും എല്ലാ പെൺകുട്ടികളുമായിട്ടും ഈ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് സത്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ബബിതയുടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവർ ഒന്നിച്ച് മുറിയിൽ താമസിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ബബിത ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. തൻ്റെ എല്ലാ രീതിയിലും നശിപ്പിച്ചിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ അവൻ കറങ്ങി നടക്കുകയാണല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ജീവിതം എന്താകും എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് നിൽക്കുന്നത്. ബബിതയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുകയാണ്. അതും മായ്ക്കാനാവാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്.